ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പം നിങ്ങൾ എല്ലാവരും UPSC 2025 പ്രിലിംസ് എക്സാമിനേഷൻ എഴുതി വന്നിരിക്കുകയാണ്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതല്ല UPSCയുടെ ആ ഒരു എക്സാമിനേഷൻ പ്രിലിംസിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ കട്ട് ഓഫ്. ഓക്കെ, എക്സാക്ട്ലി കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓൾമോസ്റ്റ് കട്ട് ഓഫ് ഏതൊരു റേഞ്ചിലേക്കായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ പേപ്പറിന്റെ ഒരു നേച്ചർ എങ്ങനെയുണ്ടായിരുന്നു. ഓക്കെ, ചിലപ്പം ഈ വർഷം എക്സാം എഴുതിയ ആൾക്കാർക്ക് അവർക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ഫസ്റ്റ് ഹാൻഡ് ഒരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും. ഈ പേപ്പർ ഫസ്റ്റ് ടൈം കാണുന്നത് നിങ്ങളായിരിക്കും, ഈ വർഷം എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ഒരു പേപ്പർ എക്സാമിനേഷൻ ഹാളിൽ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പം ഈ ഒരു അനാലിസിസ് നടത്തുന്ന ഞങ്ങളായാലും അതല്ലെങ്കിൽ മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഏതൊരു ആൾക്കാരായാലും എക്സ്പേർട്സ് ആയാലും അവരൊക്കെ നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമാണ് ആ ഒരു പേപ്പർ കാണുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ്. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ പേപ്പർ കാണുന്നത് എക്സാമിനേഷൻ ഹാളിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു എൻവിറോൺമെന്റിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്, അതുപോലെ ആ ഒരു ഫിയർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കൂടാതെ നിങ്ങൾക്ക് വിത്തിൻ ദാറ്റ് 2 hours ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ ഈ എല്ലാ ആൻസേഴ്സും ഐഡന്റിഫൈ ചെയ്യാൻ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഈ പേപ്പർ സെക്കൻഡ് ഹാൻഡ് കണ്ടിട്ടുള്ള ഒരാൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, ഈ ഒരു പേപ്പറിന്റെ അനാലിസിസിലും ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ബട്ട് എനിവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി അനാലിസിസ് ആൻഡ് ദ കട്ട് ഓഫ് പ്രഡിക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിലേക്ക് പോകുന്ന സമയത്ത് 2025 പേപ്പർ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2025 പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് മച്ച് സിമിലർ ടു 2023 പേപ്പർ. 2023 പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതേ ഒരു ഫ്രെയിം വർക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആയിട്ടാണ് 2025 പേപ്പർ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ദിസ് പേപ്പർ വാസ് മച്ച് ലെങ്തി കമ്പയർഡ് ടു ദ 2023 പേപ്പർ ആയാലും അല്ലെങ്കിൽ 2024 പേപ്പർ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് മോർ ലെങ്തി, അനാലിറ്റിക്കൽ ആൻഡ് ലൈക്ക് കൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ധാരാളമായി കൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിൽ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സാധാരണ UPSC ഫോളോ ചെയ്യുന്ന അതേ ഒരു പാറ്റേണിൽ സ്റ്റാറ്റിക് പ്ലസ് കറണ്ട് അഫയേഴ്സ് ഈ രൂപത്തിൽ മിക്സ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും ധാരാളമായി കൊണ്ട് ഈ ഒരു പേപ്പറിൽ റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ദെൻ നമ്മൾ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ളൊരു പ്രഡിക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനേഷൻ മുമ്പ് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരുന്നു ഓഡ് ഇയറിലെ ന്യൂ ട്രെൻഡ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അനാലിസിസ് നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതേ ഒരു സാധനം അല്ലെങ്കിൽ അതേ ഒരു പ്രഡിക്ഷൻ ആസ് സച്ച് 2025 പേപ്പറിൽ റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതായിരുന്നു നമ്മൾ നമ്മുടെ ഈ വർഷം 2025 എക്സാമിനേഷൻ എഴുതാൻ പോയിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. 2023 വരുന്ന ആ ഒരു പാറ്റേണിലേക്ക് 2025 പേപ്പേഴ്സും വരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വോയിസ് ആയിട്ട് അതുപോലെ വിത്ത് എക്സാമ്പിൾസ് നമ്മളത് സ്റ്റുഡൻസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു ഡോണ്ട് ബി സർപ്രൈസ്ഡ് ടു സീ 2023 പേപ്പർ. ഓക്കെ, ആ 2023 പേപ്പറിന്റെ അതൊരു പാറ്റേണിലുള്ള ഒരു പേപ്പർ 2025 നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു സർപ്രൈസ് ആവരുത് എന്നുള്ള ഒരു കാര്യം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് നിങ്ങൾ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നത് ഒരു സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഒട്ടും സാധ്യതയില്ല. കാരണം ദേ വർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2023 വരുന്ന സമയത്ത് മേജർലി 3 ഏരിയയിലാണ് ഈ പേപ്പർ 2025 പേപ്പർ 2023 പേപ്പറുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തത് നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ 2023 പേപ്പർ ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ സിമിലർലി 2025 പേപ്പറിലും പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതേപോലെ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വാസ് ലൈക്ക് ദ അസേർഷൻ റീസൺ ടൈപ്പ്. ഏറ്റവും കൂടുതൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു വർഷവും 2023 തന്നെയായിരുന്നു. അപ്പൊ സിമിലർ പാറ്റേണിൽ ഒരുപാട് അസേർഷൻ റീസൺ ടൈപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും. 2025 നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഏറ്റവും വലിയൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് തീംസ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. ദിസ് വാസ് ആൾസോ വെരി മച്ച് എ സർപ്രൈസ്. ഒരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു തീംസ് റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ദെൻ ലാംഗ്വേജും അതുപോലെ തന്നെ UPSC റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യങ്ങളൊന്ന് നോക്കുക.
UPSC 2023 പേപ്പറിൽ ഏറ്റവും വലിയ സർപ്രൈസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായിരുന്നു. പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, ദെൻ തീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലൈക്ക് ന്യൂ ട്രെൻഡ്സ് അല്ലെങ്കിൽ ന്യൂ തീംസ് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു പുതിയ ലാംഗ്വേജ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഇത്തരം ഓരോ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് പറയുന്ന സമയത്ത് ഈ ഒരു പേപ്പറിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുന്നത് 2023 ഉണ്ടായിരുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, 2025 സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സിമിലാരിറ്റി നമുക്ക് എക്സ്പ്രസ് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പെയർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ 27 പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2025 പേപ്പറിൽ റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ 2023 പേപ്പർ നോക്കുന്ന സമയത്ത് വിച്ച് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് 47% ക്വസ്റ്റ്യൻസ് ഓക്കെ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേജർലി 2022 മുതലാണ് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. 2022, 23, 24, 25 ഈ ഇയേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നത് 2023 ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25 എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 22 അതുപോലെ തന്നെ 24 പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് താരതമ്യേന കുറവായിരുന്നു. ഓക്കെ, സോ ഇറ്റ് വാസ് ലെസ് ദാൻ 20. പക്ഷെ 20ക്ക് മുകളിലായിക്കൊണ്ട് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 2 വർഷങ്ങൾ 23, 25 അതാണ് പറഞ്ഞത്. ഓഡ് ഇയറിൽ സെയിം പാറ്റേൺസ് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ കൊടുത്തതും ഇതിന്റെയൊക്കെ ലൈക്ക് ഈ ഒരു പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലൈക്ക് കണ്ടിന്യൂസ്ലി വന്നതിന് എക്സാമ്പിൾസ് ആണ്. ഏറ്റവും കൂടുതൽ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതും സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാം ഇതെല്ലാം ഈ വർഷം റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുള്ള പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഈ രൂപത്തിൽ 2 ടൈപ്പ് ഓഫ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ആയിട്ട് 13 അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ വർഷം UPSC പേപ്പറിൽ റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി അത് കൂടാതെ നമ്മൾ നോക്കുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ 2023 പേപ്പറിൽ കാണുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, എന്നിട്ട് അത് നോർമൽ ആയിട്ടുള്ള ഒരു അസർഷൻ റീസൺ അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം പുതിയ ടൈപ്പ് ഓഫ് അസർഷൻ റീസണും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെന്റ് 1. അപ്പം ഈ ഒരു രൂപത്തിലുള്ള ഒരു പുതിയ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ 2025 പേപ്പറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച്, പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ള അതേ ഒരു പ്രഡിക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് ഓഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് there will be like more factual, unpredictable, while like even പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് it will be like conceptual clarity, application based questions, static sources ആയിരിക്കുന്നുള്ളത്. ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പാറ്റേൺ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാറ്റേണിൽ ഒരു ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത്. പക്ഷെ 2024 അത്തരത്തിലുള്ള ഒരു പാറ്റേൺ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അതേ ഒരു സ്ഥിരം പാറ്റേണിൽ മാത്രം ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന ഒരു ഇയർ ആയിരുന്നു 2024. ബട്ട് ദീസ് ഇയറിലേക്ക് വരുന്ന സമയത്ത് പുതിയ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പുതിയ രൂപത്തിലേക്ക് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് UPSC. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ വൺ ഒബ്സർവേഷൻ ദാറ്റ് വി ക്യാൻ ഫൈൻഡ്. എന്നാൽ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻസേഴ്സ് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ്ലി പുതിയ പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ 2023 CSAT പേപ്പർ നോക്കുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദിസ് വാസ് ഫ്രം ദ CSAT പേപ്പർ. 2023 മാത്രമല്ല അതിന് മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ CSAT ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് താഴെയുള്ള 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യനെ പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രൂപത്തിലേക്ക്. ദ സെയിം വേ ഇവിടെ നമുക്ക് അതേ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലൈക്ക് ദി അതർ സ്റ്റേറ്റ്മെന്റിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലേക്ക് ഒരു സെയിം ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് UPSC സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ദെൻ അടുത്തത് UPSCയുടെ ലാംഗ്വേജ്. ഓക്കെ, UPSCയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ 2023 പേപ്പറിൽ നിന്ന് ഒരുപാട് റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസും ലൈക്ക് 49 അതുപോലെ തന്നെ 42nd ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻസും 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോ നോ നോ. ദ സെയിം വേ 2023 ചോദിച്ചിരിക്കുന്ന ഒരു പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നൺ ഓഫ് ദി നൺ ഓഫ് ദി നൺ ഓഫ് ദി. ഓക്കെ, സോ ഒരു സിമിലർ പാറ്റേണിൽ അല്ലെങ്കിൽ ആ ഒരു സിമിലർ ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് UPSC ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ വർഷം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാൻ അതേപോലെ തന്നെ സെയിം വേയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓൾ ടൈപ്സ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ്. ഇതുപോലെ 2023ലേക്ക് വരുന്ന സമയത്ത് സം സം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ ഒരു സം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു ലൈക്ക് നമ്മൾ പറയാറില്ലേ ഒരു പ്രാസം, ആ ഒരു പ്രാസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു സെയിം ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾ ടൈപ്പ് എന്നാണ്. ഓക്കെ, ഓൾ ടൈപ്പ് എന്നുള്ള രൂപത്തിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ നൺ ഓഫ് unmanned aerial vehicle can do vertical landing, then none of unmanned aerial vehicle can do automated hovering, none of unmanned aerial vehicle can do. അപ്പം ആ ഒരു സാധനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൾ ടൈപ്സ് എല്ലാത്തിനും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൺ ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോങ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൺ ഓഫ് റോങ് ആണ് എന്നുണ്ടെങ്കിൽ ദിസ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി റൈറ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോ എന്ന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നൺ ഓഫ് എന്ന് യൂസ് ചെയ്യുന്നതിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ലൈക്ക് നൺ ആണ് ആൻസർ എങ്കിൽ ഇവിടെ ഓൾ 3 ആയിരിക്കും ആൻസർ. ഇവിടെ ലൈക്ക് നോ വൈറസ് എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ലൈക്ക് നോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് നോ പറയാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് കറക്റ്റ് ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് നൺ ആണ് എന്നുണ്ടെങ്കിൽ ദ സെയിം ഓക്കെ 2023 ചോദിച്ചിട്ടുള്ള അതേപോലെ തന്നെ നൺ ആണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഓൾ 3 എന്നുള്ള രൂപത്തിലേക്കായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ലാംഗ്വേജിന്റെ കേസ് മാത്രമാണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷൻസ് നമ്മൾ നെക്സ്റ്റ് 2 ഡേയ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ അവിടേക്ക് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. എവിടെയാണ് ക്വസ്റ്റ്യൻ സോഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും. ജസ്റ്റ് ലൈക്ക് 2023-24 പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഈ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് എക്സാമിനേഷന് പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് എങ്ങനെയാണോ ആ ഒരു PYQ അനാലിസിസ് കൊടുത്തത് സെയിം വേ 2025ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നൽകുന്നതായിരിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ദെൻ എഗെയിൻ സെയിം പാറ്റേണിൽ സെയിം ലാംഗ്വേജ് റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ മേക്കിംഗ് ഹൗ മെനി ഓഫ് ദി അബോവ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ആർ യൂസ്ഡ്. ഇത് 2023 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെല്ലാമാണ് എന്നുള്ളത്. ദെൻ ദ സെയിം വേ ഹൗ മെനി ഓഫ് ദം കണ്ടെയ്ൻ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതിലെല്ലാമാണ്. സോ ദ സെയിം വേ പാറ്റേണിൽ ലൈക്ക് ലാംഗ്വേജിൽ ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ സെയിം ലാംഗ്വേജ് അവിടെ റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വൈ ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്? ലാംഗ്വേജ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമിലർ ലാംഗ്വേജിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും വിൽ ബി സിമിലർ. ഓക്കെ, ലൈക്ക് ഇതിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള നിങ്ങൾ പെർസെന്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90% കേസിലും സെയിം ലാംഗ്വേജ് ആണ് എന്നുണ്ടെങ്കിൽ ആൻസർ ആൾസോ വിൽ ബി സെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. മുൻ വർഷത്തെ UPSCയുടെ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ലാംഗ്വേജിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സും സിമിലർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ദെൻ അഗെയിൻ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഗ്രീൻ ഹൈഡ്രജൻ ഇസ് എക്സ്പെക്ടഡ് ടു പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡീകാർബണൈസിംഗ് ഹൗ മെനി ഓഫ് ദി എബോവ് ഇൻഡസ്ട്രീസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൾ ഗ്യാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾ ഗ്യാസിഫിക്കേഷൻ ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ഇതിൽ ഏതിലെല്ലാം പ്രൊഡക്ഷനിൽ കോൾ ഗ്യാസിഫിക്കേഷൻ യൂസ് ചെയ്യാം, ഇതിൽ ഏതിലെല്ലാം നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാം. ഇവിടെയും ദെൻ വൺ മോർ തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിൽ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ പോരാ, മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടഡ് ടു പ്ലേ. ഓക്കെ, അതായത് ഇൻ ഫ്യൂച്ചറും കൂടിയാണ് എക്സ്പെക്ടഡ് ടു പ്ലേ എന്നുള്ള രൂപത്തിലേക്കാണ്. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ക്യാൻ ബി, അതൊരു ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് സിമിലർ ലാംഗ്വേജ് UPSC കൊണ്ടുവരുന്നതും നമുക്ക് 2023-2025 പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ദെൻ ആനിമൽ ബിഹേവിയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, സോ ഇതിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്തും ആനിമൽ ബിഹേവിയറിൽ വരുന്ന സമയത്തും ഇത് 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് 2025 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഇവിടെ ഒരിക്കലും പീകോക്ക് എന്ന് കണ്ടിട്ട് അതൊരു ബേർഡ് ആണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. ദിസ് ഇസ് എ സ്പൈഡർ. ഓക്കെ, ദിസ് എ സ്പൈഡർ. അപ്പം ഈ ഒരു ആനിമൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഓംനിവോറസ് ആണ് എന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ക്വിറലിനെ കുറിച്ചിട്ടായിരുന്നു, ഇന്ത്യൻ സ്ക്വിറലിനെ കുറിച്ചിട്ടായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. അത് ഓംനിവോറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഹാബിറ്റാറ്റിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദ സിമിലർ വേ ദേ ബിൽഡ് നെസ്റ്റ്, ഇതാണ് എന്ത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഇറ്റ് ഇസ് ആൻ ആർബോറിയൽ സ്പീഷീസ്. ഓക്കെ, സോ അതിന്റെ ഒരു ബിഹേവിയറിനെ കുറിച്ചിട്ട്, അതായത് ട്രീസിന്റെ മുകളിൽ ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആർബോറിയൽ സ്പീഷീസ് എന്ന് പറയുന്നത്.
ദ സെയിം വേ ഇവിടെ ഇന്ത്യൻ സ്ക്യൂറൽസിന്റെ ഒരു ബിഹേവിയർ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കുന്ന സ്പെസിഫിക് ഏരിയ ഇതൊക്കെ ഒരുപാട് സിമിലാരിറ്റി 2023 പേപ്പറുമായിട്ട് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി 2023 പേപ്പറിലേക്ക് വരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ ചെസ് ഒളിമ്പ്യാഡ് ഇന്ത്യയിൽ നടക്കുകയുണ്ടായി, തമിഴ്നാട്ടിൽ നടക്കുകയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 2023 ചെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഫോർ ദ ഫസ്റ്റ് ടൈം റിഫ്ലക്ട് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് സിഗ്നിഫിക്കൻസിൽ ആ ചെസ്സിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റിനെ അന്ന് എടുത്ത് കാണിച്ചത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 2025 വരുന്ന സമയത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെസ്സിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ചാമ്പ്യൻ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. മാഗ്നസ് കാൾസന്റെ ആ ഒരു റെക്കോർഡൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സോ ദാറ്റ് വാസ് ഗുഗേഷ് ധോമരാജ്. അപ്പൊ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു 2023 ഫോർ ഫസ്റ്റ് ടൈം ചെസ് ഒളിമ്പ്യാഡ് നടന്നത് കൊണ്ട് 2025 ഇതിന്റെ ആസ്പെക്റ്റില് അല്ലെങ്കിൽ ഇതൊരു പാറ്റേണിൽ നമുക്ക് ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ആൻഡ് ഓൺ ദ സിമിലർ ലൈൻസ് വി ഗോട്ട് എ ക്വസ്റ്റ്യൻ ഹിയർ. ഓക്കെ, ദെൻ അഗെയിൻ തീംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ചെസ്സിന്റെ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇവിടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവാർഡാണ് എന്നുണ്ടെങ്കിൽ ദ സിമിലർ വേ സ്പോർട്സ് അഗെയിൻ 2025 റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 2023 സ്പോർട്സ് റിഫ്ലക്ട് ചെയ്ത് വന്നു, 2025 അഗെയിൻ സ്പോർട്സ് റിപ്പീറ്റഡ്. സോ ഇഫ് ഐ എം കറക്റ്റ്, സ്പോർട്സ് ഫസ്റ്റ് ടൈം ഒരു UPSCയുടെ ഒരു തീമായിട്ട് വരുന്നത് 2021 2021 സ്പോർട്സ് ഫോർ ഫസ്റ്റ് ടൈം UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിനുശേഷം ഓഡ് ഇയേഴ്സിലെല്ലാം ഈ തീം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടായിരുന്നു സ്പോർട്സും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ അതിന് ഒരുപാട് എംഫസിസ് കൊടുക്കാതിരുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദ്യമായിട്ട് വരാം. ബട്ട് ചെസ്സിന്റെ കാര്യം മാത്രം നമ്മൾ ആസ് സച്ച് എക്സ്പെക്ട് ചെയ്ത് ഓൺ സെയിം ലൈൻസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ വാസ് കംപ്ലീറ്റ്ലി എ സർപ്രൈസ്. ബട്ട് ഈ പറയുന്ന രൂപത്തിൽ സ്പോർട്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇറ്റ് വാസ് ഷുവർ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പേപ്പർ എന്ന് പറയുന്നത് വാസ് ഇറ്റ് എ സർപ്രൈസ്? ഓക്കെ, വാസ് ഇറ്റ് എ സർപ്രൈസ്? നോ, ഇറ്റ് വാസ് നോട്ട് എ സർപ്രൈസ്. 2023 പേപ്പർ PYQ അനലൈസ് ചെയ്ത 2023 പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിട്ട് 2025 പേപ്പർ വാസ് നോട്ട് എ സർപ്രൈസ്. ഓക്കെ, അതുപോലെ 2023 പേപ്പർ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് 2025 പേപ്പർ എന്ന് പറയുന്നത് കുറെ കൂടെ സിമ്പിൾ ആണ്. കാരണം UPSC പേപ്പർ ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിങ്, ഹൗ യു ആർ ഗോയിങ് ടു മാനേജ് ദാറ്റ് പേപ്പർ. അപ്പൊ കുറെ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്കത് എക്സാം ഹാളിൽ ആ ഒരു പ്രഷർ ഇല്ലാതെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്ന് ഫസ്റ്റ് ഒബ്സർവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും UPSC 2025 കട്ട് ഓഫ് എന്ന് പറയുന്നത് 2023 പോലെ അത്രത്തോളം ലോ ആവില്ല എന്നുള്ളതാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒബ്സർവേഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തത് CSAT പേപ്പറിന്റെ പ്രോപ്പർ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പെർട്സ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പേപ്പറും കൂടെ നമ്മൾ ഇതേ രൂപത്തിലേക്ക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ഓഫ് ആക്യുറേറ്റ് ഇൻ ദ സെൻസ് കുറെ കൂടെ ആ ഒരു ബാൻഡ് വിഡ്ത്ത്, ആ ഒരു കട്ട് ഓഫ് വരുന്ന ബാൻഡ് വിഡ്ത്ത് എക്സാക്ട് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം GS പേപ്പർ ഇത്തരത്തില് ഒരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ, കാരണം പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ റീസെന്റ് ടൈംസിൽ നമ്മൾ UPSCയുടെ ആൻസർ കീ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാറുണ്ട് പല ക്വസ്റ്റ്യൻസും ഡിലീഷൻ ചെയ്യാറുണ്ട്. കാരണം അതിന്റെ ട്രാൻസ്ലേഷനിൽ വരുന്ന എറേഴ്സ് ഒക്കെ കാരണം ഡിലീഷൻ ചെയ്യാറുണ്ട്. ഇനി അതല്ലാതെ ചില ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൻസേഴ്സ് UPSC നമുക്ക് തരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയറിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആൻസർ ആണ് UPSC നമുക്ക് തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇനി നമ്മുടെ ഈ ഒരു വർഷത്തെ UPSC 2025 കട്ട് ഓഫിനെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് CSAT പേപ്പർ ആണ്. അപ്പൊ ആ ഒരു പേപ്പറിന്റെ അനാലിസിസും കൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തത് എക്സാം ഹാളിലെ സ്ട്രെസ് മാനേജ്മെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് 2023 പേപ്പർ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2023 പേപ്പർ, കാരണം PYQ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദർ വിൽ ബി എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് 2023 പേപ്പർ പ്രോപ്പർ ആയിട്ട് ചെയ്ത ഒരാൾക്ക് ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് അത്രത്തോളം സ്ട്രെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ആൻഡ് ഹി ക്യാൻ ഡു ബെറ്റർ. അപ്പം അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാക്ടറിലേക്ക് വരുന്ന സമയത്ത് കട്ട് ഓഫ് 2023 പേപ്പറിനേക്കാൾ കൂടാൻ അത് കാരണമായിട്ട് വരുന്നുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് ഡിലീഷൻ, UPSC എത്രത്തോളം ക്വസ്റ്റ്യൻ ഈ ഒരു പേപ്പറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും.
ദെൻ അതുപോലെ തന്നെ വരുന്നതാണ് UPSCയുടെ ഡിസ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ആയിരിക്കണം എന്നല്ല ചിലപ്പോൾ UPSC തരുന്നത്. എൻറ്റയർലി സർപ്രൈസിംഗ് ആയിട്ടുള്ള ചിലപ്പം ഒരു ആൻസർ ലൈക്ക് 1-2 ക്വസ്റ്റ്യൻസിന് നമുക്ക് അതും ലഭിച്ചേക്കാം. അപ്പൊ ടോട്ടൽ ആയിട്ട് ഈ 2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 to 4 ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്റ്റഡ് ആവുന്നുണ്ട്. ഡിലീഷൻ കാരണം അതുപോലെ UPSCയുടെ ഡിസ്ക്രിപ്ഷൻ കാരണം ഒക്കെ ആൻസറിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടോട്ടൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു 4 ക്വസ്റ്റ്യൻസിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ശരിയാവുകയാണ് എന്നുണ്ടെങ്കിൽ 8 മാർക്ക് വരും. പക്ഷെ ഈ 4 ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് 4 ക്വസ്റ്റ്യൻ ശരിയാവുകയാണ് എന്നുണ്ടെങ്കിൽ 2.66 മാർക്കിന്റെ ചേഞ്ച് ആണ് അവിടെ വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10+ മാർക്കിന്റെ ചേഞ്ച് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ടു വിൽ ഹാപ്പൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലേക്ക് നിങ്ങളിപ്പം ലൈക്ക് ഏതെങ്കിലും ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ കണ്ടിട്ട് ഓക്കെ ഇതാണ് പറയുന്നത്, എനിക്കൊരു 5 മാർക്ക് കുറവാണ് എന്നുള്ള രൂപത്തിലേക്ക് യു ഷുഡൻ സ്റ്റേ ബാക്ക്. ഓക്കെ, ആ ഒരു കട്ട് ഓഫിന്റെ നിയർ ബൈ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ആയിരിക്കും ആൻഡ് ഈച്ച് ഓഫ് ദം വിൽ ബി ഗിവിംഗ് ഡിഫറെന്റ് കട്ട് ഓഫ്. അതുകൊണ്ട് ആ ഒരു കട്ട് ഓഫ് നോക്കി നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം പിന്നോട്ടേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് യു ഷുഡൻ ഗോ ഫോർ ദ കട്ട് ഓഫ്. ഓക്കെ, കട്ട് ഓഫ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ആ ഒരു കട്ട് ഓഫ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകാൻ വേണ്ടിയിട്ട് പാടില്ല. സോ ഫസ്റ്റ് നമ്മുടെ അനന്ത ഈസ് ടീമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച് ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിസർച്ച് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ 2024 പേപ്പറിൽ നിന്ന് കട്ട് ഓഫ് വിൽ ഫോൾ ഓൾമോസ്റ്റ് ബൈ 6 to 12 മാർക്സ് കൺസിഡറിങ് ദ CSAT പേപ്പർ. ഓക്കെ, CSAT പേപ്പറിന്റെ ഡിഫിക്കൽട്ടിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് 6 to 12 മാർക്സ് അതിലൊരു ഫോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 89 minus 6 it will be like 83. Okay, then it will be almost like 77. ഈ ഒരു റേഞ്ചിലേക്ക് കട്ട് ഓഫ് ലൈക്ക് ആസ് ലോ ആസ് ലൈക്ക് 77 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 റേഞ്ചിലേക്ക് വരെ കട്ട് ഓഫ് പോകാനുള്ള സാധ്യത അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ 2023 പേപ്പർ എത്രത്തോളം ആളുകൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെയും കൂടെ ബേസിലായിരിക്കും കട്ട് ഓഫ് ഫൈനലി വരുന്നത്. സോ അത്തരത്തിൽ ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നില്ല എന്നത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ആഡ് ലൈക്ക് 1 മാർക്സ് ഓവർ ഹിയർ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് 81 or 82. ഓക്കെ, സോ ഈ ഒരു റേഞ്ച് ±3 മാർക്സ് ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മുടെ ഒരു കട്ട് ഓഫ് ഫൈനലായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ CSATന്റെ ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അവരുടെ റെസ്പോൺസ്, മാർക്സ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്, CSATലെ അവരുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് വി വിൽ ബി പ്രെഡിക്റ്റിംഗ് ബൈ വിത്തിൻ 2 days. ഓക്കെ, കാരണം നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, അതെല്ലാം കൂടെ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ ഒരു ഓൾമോസ്റ്റ് UPSCയുടെ കട്ട് ഓഫിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ എനിവേ ബേസ്ഡ് അപ്പോൺ ദി ഇനീഷ്യൽ ഒബ്സർവേഷൻ നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കാണ് വരുന്നത്. ദെൻ വാട്ട് യു ഷുഡ് ഡു, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡൻ ഹാവ് ചെക്ക് ദ കട്ട് ഓഫ്. ഓക്കെ, ഈവൻ ദിസ് വീഡിയോ യു ഷുഡൻ ഹാവ് വാച്ച് ഇറ്റ്, ബട്ട് ദർ വിൽ ബി സർട്ടൻ പീപ്പിൾ ഹു ആർ വാച്ചിങ്, ബട്ട് നൗ യു ഷുഡൻ ഗോ ഫോർ എനി അതർ ലൈക്ക് കട്ട് ഓഫ്. ഓക്കെ, ചിലപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് 90 മാർക്സ് അല്ലെങ്കിൽ 95 മാർക്സ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ കേൾക്കുന്നത് 80, 82 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടായിരിക്കും ഇത് തന്നെയാണോ, ഞാൻ ക്ലിയർ ചെയ്യോ, ഒന്നുകൂടെ കൺഫേം ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ചില ആളുകൾ അതിന്റെ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ലൈക്ക് നമ്മളൊരു 82 കട്ട് ഓഫ് പറയുന്ന സമയത്ത് അവർക്ക് ഒരു 80 ആയിരിക്കും. അപ്പൊ അവർക്ക് പേടി ഉണ്ടായിരിക്കും. ഓക്കെ, വേറെ എവിടെയെങ്കിലും ആരെങ്കിലും 80 താഴെ കട്ട് ഓഫ് പറയുന്നുണ്ട്, അപ്പൊ ലൈക്ക് ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ ഹാവ് എ ടെൻഡൻസി. അപ്പൊ ഇത്തരത്തില് കട്ട് ഓഫിന് മുകളിൽ പോയ ആൾക്കാർക്കും കട്ട് ഓഫിന് കുറച്ച് താഴെ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെൻഡൻസി അവിടെ ഉണ്ടായിരിക്കും. ബട്ട് എനിവേ ഫോർ 1 day, ഓക്കെ, ഫോർ 1 day, അതായത് ഇന്ന് നാളെ ഒരു 2 ദിവസത്തേക്ക് നെക്സ്റ്റ് 24 hours അറ്റ്ലീസ്റ്റ് യു ഷുഡൻ ചെക്ക് എനി ആൻസർ കീ ഓർ ഡിസ്കഷൻ വീഡിയോ. എന്തുകൊണ്ട് ആൻസർ കീ ചെക്ക് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ പെട്ടെന്ന് ലൈക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് ആൻസർ കീ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലേക്ക് ഒരു ആൻസർ കീ റിലീസ് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഹേസ്റ്റി പ്രോസസ്. അങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് ഒരു ആൻസർ കീ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല UPSCയുടെ ആൻസർ കീ. അതിൽ ചില ലൈക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടെ ഒരുപാട് ഒരു ടീം പാനൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള അതിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ആൻസറിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. കുറെ കൂടെ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കീ കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ജസ്റ്റ് ഗിവ് അറ്റ്ലീസ്റ്റ് 24 hours ടൈം. ഓക്കെ, ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാനല്ല, ഗിവ് 24 hours ടു യുവർ സെൽഫ്, ടേക്ക് ലൈക്ക് റിലാക്സ് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് മേക്ക് യുവർ സെൽഫ് കാം ആൻഡ് ട്രീറ്റ് യുവർ സെൽഫ്. കാരണം
നിങ്ങൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എടുത്തു, ഇത്രയും കാലം നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചു, അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു അറ്റംപ്റ്റ് കൊടുത്തു. സോ നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു ട്രീറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. സോ ട്രീറ്റ് യുവർ സെൽഫ്, ലൈക്ക് ജസ്റ്റ് ഗോ ഫോർ എ ഔട്ടിങ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് എവിടെയും പോയിട്ട് ലൈക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കുക, ഓർ ബി വിത്ത് യുവർ ഫാമിലി. ഓക്കെ, സോ എനിവേ വിച്ച് എവർ വേ യു വാണ്ട്, ട്രീറ്റ് യുവർ സെൽഫ്. അതിന് വേണ്ടിയിട്ട് ലൈക്ക് യു ക്യാൻ ഗോ ഫോർ എ മൂവി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബിക്കോസ് ഓഫ് ദി എക്സാം സ്ട്രെസ്, ആ ഒരു മെന്റൽ സ്ട്രെസ് കാരണം യു മെ നോട്ട് ഹാവ് ഗോട്ട് എ ഗുഡ് സ്ലീപ്പ്. സോ ഇന്നത്തെ ഒരു ദിവസം ട്രൈ ടു സ്ലീപ്പ് ലൈക്ക് 8 to 9 hours. ഓക്കെ, നോർമൽ സ്ലീപ്പിനെ കാട്ടി നല്ല റിലാക്സ് ആയ ഒരു സൗണ്ട് സ്ലീപ്പ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ലൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നല്ലൊരു സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ബൈ ട്യൂസ്ഡേ, ഓക്കെ, ടുഡേ ഇസ് ലൈക്ക് സൺഡേ, മൺഡേ യു ഹാവ് ടു റെസ്റ്റ്. ബൈ ട്യൂസ്ഡേ ഗെറ്റ് റെഡി ഫോർ ദ ഫ്യൂച്ചർ ആക്ഷൻ. നമുക്ക് ഒരുപാട് ദിവസം ഒന്നും കളയാൻ വേണ്ടിയിട്ടില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് വൺ ഡേ യു ഹാവ് ടു ടേക്ക് എ റെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു മസിൽ മെമ്മറി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത പാറ്റേൺ അല്ല നിങ്ങൾ മെയിൻസ് എക്സാമിനേഷന് ഫോളോ ചെയ്യേണ്ടത്. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ പ്രിലിംസിന് കഴിഞ്ഞ് നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരുന്നിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് ലൈക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസിൽ മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൈം നിങ്ങളുടെ ബ്രെയിനിന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ പഴയ പോലെ തന്നെ ഫാക്ടിനെ പുറകെയൊക്കെ പോകാനുള്ള ടെൻഡൻസി കുറച്ചുകൂടെ കൂടുതലാണ്. ആ ഒരു അനാലിറ്റിക്കൽ രൂപത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ, ഓക്കെ, ബ്രെയിൻ ഒന്ന് റിലാക്സ് ആവണം, എന്നിട്ട് പുതിയൊരു സാധനം നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം. സോ ഈ ഒരു പറയുന്ന ലൈക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ടു ലൈക്ക് സ്ട്രാറ്റജൈസ്, റീകൂപ്പറേറ്റ് യുവർ സെൽഫ്. അതുകൊണ്ട് ടേക്ക് റെസ്റ്റ് ആൻഡ് റീകൂപ്പറേറ്റ് ടുഡേ. ഓക്കെ, ലൈക്ക് സോഷ്യൽ മീഡിയ, അതല്ലെങ്കിൽ ലൈക്ക് യൂട്യൂബ് ഓർ ലൈക്ക് എനി അതർ തിങ്സ്, പ്ലീസ് കീപ് ഇറ്റ് അവേ ഫ്രം യുവർ അറ്റൻഷൻ. നിങ്ങളുടെ അറ്റൻഷനിൽ നിന്ന് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് ലൈക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ക്യാൻ ചെക്ക് ആൻസർ കീ. ബട്ട് ഈവൻ ദെൻ ഐ വുഡ് സജസ്റ്റ് യു ടു നോട്ട് ചെക്ക് ഇറ്റ് ടുഡേ. ഇന്ന് എന്തായാലും നിങ്ങളൊരു ആൻസർ കീ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രഷർ ഉണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് പ്രഷർ എടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാം അടുത്ത് കുറച്ച് സമയം, ആ സമയം കൂടെ നിങ്ങൾ ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് സ്ട്രെസ് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്താലും നാളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും യുവർ ഫൈനൽ ലൈക്ക് റിസൾട്ട് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അതുകൊണ്ട് ജസ്റ്റ് ടേക്ക് എ റിലാക്സ് ടുഡേ ആൻഡ് ഇറ്റ് ഈസ് ഫോർ യുവർ ബെറ്റർമെന്റ്. ഓക്കെ, നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്റ്റിന്റെ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്. എവറി UPSC aspirant needs this rest. So take a rest, okay, and recuperate yourself. So thanks to all, and all the best to everyone who has given this year's attempt. And within next 2 days, by Tuesday, we will be coming up with the different kinds of strategy. എല്ലാ കൈൻഡ് ഓഫ് ആളുകളും ഇപ്പൊ UPSC എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് എഴുതിയിട്ടുള്ള ഓൾമോസ്റ്റ് 5 to 6 lakh ആളുകൾ, ഇവരെല്ലാവരും നമുക്ക് പാസ്സാവുമെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് ഇറ്റ് വിൽ ബി ലൈക്ക് 12 to 14,000. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഇത്രയും ആളുകളായിരിക്കും മെയിൻസ് എക്സാമിനേഷന് ക്ലിയർ ആവുന്നത്. സോ ദർ വിൽ ബി few people who is failing because of the misfortune or because of their first attempt, because of their lack of support. അപ്പൊ ഇത്തരത്തിൽ ഫെയിൽ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. ആൻഡ് there will be people who are blessed to write the mains examination. അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് we will be coming up with different kinds of strategies and plans. അപ്പം ഓരോന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ വരുന്നത് അതിന് അക്കോർഡിംഗ്ലി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി യു ഹാവ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആസ് വെൽ ആസ് ദ ടെലഗ്രാം ചാനൽ. ഈ 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഈ 2 ചാനലിലായിട്ട് വരുന്ന പോളിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ആ പോളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ലൈക്ക് ആ ഒരു പോൾ ആക്യുറേറ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതല്ലാതെ ലൈക്ക് വിത്തിൻ 2 days നമ്മൾ ഇതിന്റെ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻസിനായാലും അതുപോലെ തന്നെ ലൈക്ക് നെക്സ്റ്റ് ഇയേഴ്സിനായാലും പ്രോപ്പർ സ്ട്രാറ്റജി സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു ഫോളോ ദ യൂട്യൂബ് ചാനൽ ആസ് വെൽ ആസ് ദ ടെലഗ്രാം ചാനൽ. സോ ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ all. Okay, and be calm, take rest, and this day you have done your maximum. So keep this in mind, and all the best to everyone. Okay.